കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു പരിപ്പ് കറിയാണ്. നമുക്ക് ഏത് റൊട്ടിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചിയേറിയ ഒരു പരിപ്പ് കറിയാണിത്. ഞാനിന്നിത് ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പരിപ്പ് വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ട് നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലപ്പരിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. അങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം പരിപ്പിൽ വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ നമുക്കിതിങ്ങനെ കുതിർത്തെടുക്കാം. അപ്പോൾ ചുവന്ന പരിപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുതിർക്കേണ്ട ആവശ്യമില്ല. കടലപ്പരിപ്പിന് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് 1-2 മണിക്കൂർ ഇങ്ങനെ കുതിർത്തെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ 1 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്ത കടലപ്പരിപ്പാണിത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് മുഴുവനും പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 2.5 കപ്പ് വെള്ളം ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ ഒരു 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപ്പ് കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉടച്ചിട്ടുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ ഉടച്ചെടുക്കാം. ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയേക്കാളും ഈ ഒരു കറിക്ക് ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായി, ഒരു 3 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. സവാള ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നല്ലപോലെ വഴറ്റി സോഫ്റ്റായി മാറിയിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള തക്കാളിയാണെങ്കിൽ 1 എണ്ണം മതിയാവും. അപ്പോൾ 2 ചെറിയ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ അങ്ങ് വെന്തുടഞ്ഞ് കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറി വരണം. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പരിപ്പ് ഞാൻ ഒരുപാട് അങ്ങ് വേവിച്ച് ഉടച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെയാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉടച്ചെടുത്ത പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ പരിപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കൂടി ഒരുമിച്ച് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പും നമ്മുടെ മസാലകളും ഒക്കെ കൂടി നല്ല പോലെ അങ്ങ് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി 10 മിനിറ്റ് വരെ നല്ല പോലെ അങ്ങ് വേവിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട്.
കളർ തന്നെ നല്ല ഭംഗിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഓയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ചധികം ഓയിൽ ചേർത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പിൻ്റെ ഈ ഒരു കറിക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. രാത്രിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. റൊട്ടിയുടെ കൂടെ, പ്രത്യേകിച്ച് ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.